സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കാൻ പോലീസ്. എല്ലാ ആഴ്ചയും പെട്ടി തുറന്ന് പരാതികൾ പോലീസ് പരിശോധിക്കും. ഗുരുതരമായ പരാതികളിൽ കേസെടുക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകൾക്കത് കൈമാറുകയും ചെയ്യും. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഈ കുട്ടികൾക്കിടയിൽ ഈ ലഹരി വിൽപ്പന സംഘങ്ങളൊക്കെ സജീവമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്കൊക്കെ ഇടയിൽ ഇങ്ങനെ അത് സംബന്ധിച്ച പരാതികളൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിയിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടിയാണോ ഇങ്ങനെ ഒരു പരാതിപ്പെട്ടി സ്ഥാപിക്കാം എന്ന തീരുമാനത്തിലേക്ക് പോലീസ് പോകുന്നത്? ശ്യാം, റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ കേൾക്കാൻ കേരള പോലീസ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ എല്ലാ സ്കൂളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിച്ച് പോലീസ് കേൾക്കുമെന്ന് മാത്രമല്ല അതിൽ നടപടികൾ എടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ പരാതിപ്പെട്ടികളിൽ കുട്ടികൾ എഴുതിയിടുന്ന വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കും. ഈ സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ചകളിൽ എല്ലാ ആഴ്ചയിലും ഈ പരാതിപ്പെട്ടികൾ പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ SHO അല്ലെങ്കിൽ SHO നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ തുറക്കുകയും അത് വായിച്ച് പരാതികൾ സ്കൂളിൽ പരിഹരിക്കേണ്ടതാണെങ്കിൽ അവിടെ പരിഹരിക്കും. കേസെടുക്കേണ്ടത് അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണെങ്കിൽ അത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കും. മറ്റു വകുപ്പുകൾക്ക് കൈമാറേണ്ട പരാതികളാണെങ്കിൽ അതും ചെയ്യും. അങ്ങനെയാണ് ആദ്യ ആഴ്ചകളിൽ ഈ സംവിധാനം പ്രവർത്തിക്കുക. പിന്നീട് എല്ലാ മാസവും ഒരു തവണ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ പരാതിപ്പെട്ടികൾ തുറന്ന് കുട്ടികൾ എഴുതിയിടുന്ന എല്ലാ കാര്യങ്ങളും വായിക്കും. അതിൽ നിയമസഹായം നൽകുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്കൂളുകളിൽ കൂടുതൽ നിരീക്ഷണവും കുട്ടികളുടെ സഹകരണവും ഉറപ്പാക്കാൻ എക്സൈസും പോലീസും തീരുമാനിച്ചിരുന്നു. അതിന്റെ ചുവടുപിടിച്ചാണ് പോലീസ് പരാതിപ്പെട്ടികളുമായി കുട്ടികളിലേക്ക് സ്കൂളുകളിലേക്ക് എത്തുന്നത്. ഏതായാലും വലിയൊരു തുടക്കത്തിനാണ് കേരള പോലീസ് തയ്യാറെടുക്കുന്നത്. അതിൽ കുട്ടികളുടെ വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും വലിയ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അധ്യയന വർഷം അടുത്ത ദിവസം തുടങ്ങാനിരിക്കെ സ്കൂളുകളിൽ വളരെ വേഗത്തിൽ ഈ സംവിധാനം ആരംഭിക്കാനും പോലീസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. റിജിത്ത്, ശ്യാം, ഇതൊരു ചെറിയ തീരുമാനമല്ല. സമീപകാലത്തൊക്കെ പല കേസുകളുമായി ബന്ധപ്പെട്ടും ട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കുട്ടികൾ പല പരാതികളും അവരുടെ അധ്യാപകരോടാണ്. ഗൗരവ സ്വഭാവത്തിലുള്ള പല പരാതികളും അധ്യാപകർക്ക് മുമ്പിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ പോലീസിന്റെ നീക്കം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണല്ലോ ശ്യാം. തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കേൾക്കാൻ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ശിശു സൗഹൃദ സ്റ്റേഷനുകളും മറ്റും ഉണ്ടാക്കിയെങ്കിലും ആ സ്റ്റേഷനുകളിലേക്ക് ഉൾപ്പെടെ കുട്ടികൾക്ക് കടന്നു ചെല്ലാവുന്ന ഒരു അന്തരീക്ഷം പോലീസ് സ്റ്റേഷനുകളിൽ ഇല്ലായിരുന്നു. ആ കെട്ടിടങ്ങളിലേക്ക് ചെല്ലാൻ കുട്ടികൾ ഭയന്നിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവരെ തിരിച്ചറിയും അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു പോകുമെന്നൊക്കെ അവർക്ക് പേടിയുണ്ടായിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയാണ്. സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് എഴുതി ആ പെട്ടിയിൽ ഇടാം. അത് കൃത്യമായി പരിശോധിക്കുകയും അതിനു വേണ്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല സ്കൂളുകളിലും ലഹരി മാഫിയ പിടിമുറുക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരക്കാരെ കൃത്യമായി കണ്ടെത്താനും അതിന് തടയിടാനും പോലീസിന് കൂടി സ്കൂളിൽ നിന്നുള്ള ഒരു സഹായം കൂടിയാണ് ഈ പദ്ധതി. അതിൽ നമ്മുടെ കുട്ടികൾ അവരെ സജീവമായി പോലീസിനെ സഹായിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. അതിലുപരി കുട്ടികൾ പറയുന്ന അവരുടെ സമ്മർദ്ദങ്ങൾ, അവർ ഇടയാക്കുന്ന സാഹചര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.